Hey guys, Assalamualaikum, welcome back. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. കപ്പ ബീഫ് മിക്സ് ആയിട്ടോ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എല്ലില്ലാത്ത 1/2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കാണ് 1/2 കിലോ ബീഫ് എടുക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് വേണ്ടിയിട്ട് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്ത് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു വലിയൊരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് ബീഫും ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിച്ചതല്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പൂ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. ബീഫ് വേവാനുള്ള ആ രീതിക്കുള്ള വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി കട്ട് ചെയ്തത് കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ബീഫ് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 4 വിസിലൊക്കെയാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ആക്കിയിട്ടിട്ട് 2 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. അത് കപ്പയുടെ വേവ് അനുസരിച്ചിട്ട് വിസിൽ 3 ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വേവണ രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം അതിലുണ്ടാവും. അതിൽ കിടന്നിട്ട് കപ്പ നന്നായിട്ട് വെന്ത് വന്നോളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കുക്കായതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ കപ്പ ഒന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് കുക്കായതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാതും ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചിലതൊക്കെ കുറച്ച് കടിക്കാൻ കിട്ടിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു രീതിക്കാണ് ഉടച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കാനുണ്ട്. അതുകൂടെ ചേർത്താലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് പ്ലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത്. അങ്ങനെ ഇതേ നല്ല പ്ലേറ്റിൽ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് ആ നാടൻ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അങ്ങനെ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇനി 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് ലാസ്റ്റ് ചേർക്കുന്നത്. നമ്മൾ അതിൽ തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ മിക്സായി പോകുമല്ലോ. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കിട്ടുമ്പോഴാണ് ടേസ്റ്റ് വരിക. ഇനി ഇതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവാള കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. ഇനി അതോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ ബീഫ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കഴിക്കുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ കട്ടൻ ചായ തന്നെയാണ്. അപ്പോൾ അത് ഇതേ ഒരു ഗ്ലാസ്സിലൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി 1 സ്പൂൺ ഇതേ ഇത് കഴിക്കുക. കൂടെ ഒരു കട്ടൻ ചായയുടെ ഒരു സിപ്പ് കൂടെ എടുക്കുക. അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട സംഭവമാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം. താങ്ക് യു.